ഗ്രാമങ്ങളിലെ ഉത്സവപ്പറമ്പിൽ മാത്രം കാണപ്പെട്ടിരുന്ന മധുരമൂറുന്ന ശർക്കര മിഠായി ഇന്ന് പൂരവും ഉത്സവവും നേർച്ചയും വിട്ട് റോഡരികിലേക്ക് ചേക്കേറി കഴിഞ്ഞു. വാഹനങ്ങൾ ഇടവിട്ടു പോകുന്ന ചെറിയ റോഡരികിലും ദേശീയ പാതയോരത്തും ഇന്ന് മലപ്പുറത്തെ മധുരപലഹാരപ്രിയർക്ക് ഹരം പകർന്ന ശർക്കര മിഠായി ചൂടോടെ ആവശ്യക്കാരെ കാത്തിരിക്കുന്നുണ്ട്. അരിപ്പൊടിയും മൈദയും സമം ചേർത്ത് കലക്കിയെടുക്കുന്ന മാവ് തിളച്ചുമറിയുന്ന ഓയിൽ ചട്ടിയിലേക്ക് പ്രത്യേക ഉപകരണം വഴി ഒലിച്ചിറക്കും. ഇത് വൃത്താകൃതിയിൽ പൊരിച്ചെടുക്കും. ശർക്കരയും പഞ്ചസാരയും കലക്കി തിളപ്പിച്ച ലായനിയിൽ മുക്കിയെടുക്കുന്നതോടെ ശർക്കര മിഠായിയും പഞ്ചസാര മിഠായിയും റെഡി. അരിപ്പൊടി മൈദമാവ് മിക്സ് ചെയ്തടിക്കുക, ദോശക്ക് മാവടിക്കുന്ന മാതിരി പൊന്തിക്കുക. മാവ് പൊന്തി വരണം, ദോശക്ക് മാവടിക്കുന്ന മാതിരി. പിന്നെ അത് ഇതേമാതിരി പൊന്തിയതിന് ശേഷം ഒഴിക്കുക, ശർക്കര ഉരുക്കുക, പഞ്ചസാര ഉരുക്കുക, എന്നിട്ട് കഴിക്കാൻ വേണ്ട വെച്ചാൽ കഴിക്കനുസരിച്ച് ഇടുക. ഒരേ സമയം തിളച്ചുമറിയുന്ന ഓയിൽ ചട്ടിയിൽ 20-ലധികം മിഠായി ചുട്ടെടുക്കാം. അരി നനച്ചു വറുത്ത് പൊടിക്കുന്ന അരിപ്പൊടിയാണ് ഇതിനുപയോഗിക്കുന്നത്. പൊരിച്ചെടുത്ത മിഠായി പ്രത്യേക പാത്രത്തിൽ ആകർഷകമായ രീതിയിൽ പ്രദർശിപ്പിക്കുന്നതോടെ റോഡിലൂടെ പോകുന്ന യാത്രക്കാർ തീർച്ചയായും ഒന്ന് രുചിച്ചു നോക്കാതിരിക്കില്ല. അല്ലെങ്കിൽ നാവിൽ അല്പം വെള്ളമൂറും. മലപ്പുറം മിഠായി എന്ന പേരിൽ ജില്ലയ്ക്ക് പുറത്തറിയപ്പെടുന്ന മിഠായിക്ക് കിലോക്ക് 70 രൂപയാണ് വില. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന നിർമ്മാണം മിഠായി കച്ചവടം അവസാനിക്കുന്നതുവരെ തുടരും. ഇതിനു പുറമെ നേർച്ചകൾ, അമ്പലങ്ങൾ, ഉത്സവങ്ങൾ, പൊതുയോഗങ്ങൾ, രാഷ്ട്രീയ പരിപാടികൾ അങ്ങനെ എന്തുമാവട്ടെ 4 ആൾ കൂടി നിൽക്കുന്നിടങ്ങളിൽ എവിടെയും ഇന്ന് ഒരു മിഠായി കച്ചവടം പതിവാകും. അതാണ് മലപ്പുറത്തുകാരുടെ ചക്കര മിഠായി.